ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ തോരും മുൻപേ എന്നുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഴയൊരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ, കുങ്കുമപ്പൂവ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ വരുന്നൊരു കഥയായിട്ടാണ് ഇതിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ കഥയിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളെല്ലാം നമ്മുടെ അലീനയോട് പറഞ്ഞു. അതെല്ലാം കേട്ട് മനസ്സ് തകർന്ന അലീന ഇങ്ങനെ പുറത്ത് നിൽക്കുക. ഈ സമയത്ത് അവിടെ നമ്മുടെ അമ്മ ഒരു നേഴ്സുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം, എൻ്റെ മക്കളെല്ലാവരും എന്നെ നോക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ആ നേഴ്സ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പോൾ പ്രായമായവരും അമ്മയുടെ മക്കളാണോ എന്ന് ആ നേഴ്സ് ചോദിച്ചു. എല്ലാവരും എൻ്റെ മക്കളാ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ദേ അമ്മയുടെ കൂടെ നിന്ന മോള് അപ്പുറത്തെ ലാബിൻ്റെ പുറത്ത് നിന്ന് കരയുന്നുണ്ടെന്ന് ഈ നേഴ്സ് അന്നേരത്തേക്ക് നമ്മുടെ അമ്മയോട് പറയാം. അപ്പോൾ പ്രത്യുറ്റാമ്മ ചോദിച്ചു എന്തിനാണെന്ന്. അതിനെന്തോ സങ്കടം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണെന്നാണ് തോന്നുന്നത്, ഡോക്ടർ വല്ലതും പറഞ്ഞു കാണുമെന്നും പറഞ്ഞ് ആ നേഴ്സ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് ഈ അമ്മ വല്ലാണ്ടായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിച്ചില്ല. അപ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ, ഇന്നലെ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. സന്തോഷമായില്ലേ എന്നും ചോദിച്ചു. അപ്പോൾ പ്രത്യുറ്റാമ്മ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ആ ഒരു സമയത്ത് അമ്മച്ചിയുടെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഒരു സീനിയർ നേഴ്സ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞതെന്നും ഭർത്താവും മക്കളും അപകടത്തിൽ മരിച്ചു പോയതും അതിനുശേഷം അമ്മച്ചി അനാഥരായ കുഞ്ഞുങ്ങൾക്കും മക്കളുപേക്ഷിച്ച വൃദ്ധജനങ്ങൾക്കും വേണ്ടി സ്നേഹനികേതനം എന്നുള്ള ആ ഒരു പ്രസ്ഥാനം തുടങ്ങിയതും കഴിഞ്ഞ ദിവസം അതിൻ്റെ ജൂബിലി ആഘോഷിച്ചതും എല്ലാം പറഞ്ഞെന്ന കാര്യമൊക്കെ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ അമ്മയോട് പറയാം. അപ്പം അമ്മ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മച്ചിക്ക് ഏതു പ്രശ്നവും നേരിടാനുള്ള ആ ഒരു മനക്കരുത്തുണ്ടെന്നുള്ളതെന്ന് പറയുമ്പോഴേക്കും അമ്മ ഇങ്ങനെ വല്ലാതായി ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളൊരിത്. അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡറെ വിളിച്ച് ഞാൻ രോഗവിവരമൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ടെൻഷനായി. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നതെന്നുള്ളൊരിത് മനസ്സിലാവാത്തത് കൊണ്ട് അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അമ്മച്ചിയുടെ രോഗം എന്താണെന്ന് വെച്ചാൽ ക്രോണിക് ലിവർ ഡിസീസ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ പ്രജുറ്റാമ്മ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡോണറെ കണ്ടെത്തണമെന്ന് പറയുവാണ്. കരളിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ആരുടെയെങ്കിലും കരൾ ആ ഭാഗത്തേക്ക് തുന്നി ചേർത്ത് പിടിപ്പിക്കാനേ കഴിയുകയുള്ളൂ എന്നും ആ ഒരു സർജറിക്കാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നതെന്നും പിന്നെ നമുക്ക് ആ ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. ഞാനായിട്ട് ഇത് നേരിട്ട് പറയണ്ടെന്ന് വിചാരിച്ചതാണെന്നും പക്ഷേ ഡോക്ടർ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ എന്നും ആ ഡോക്ടർ അമ്മയോട് പറഞ്ഞു. അമ്മ ആകെ തകർന്ന് തരിപ്പണമായി പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ. അമ്മച്ചി വലിയ ദുരന്തങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളല്ലേ, അതുകൊണ്ടാണ് ഞാൻ തന്നെ അമ്മച്ചിയോട് ഈ വിവരം പറയാമെന്ന് വിചാരിച്ചത്. നമുക്ക് ടൈം അത് വലിയൊരു പ്രശ്നമാണെന്നും വിത്തിൻ 2 months ഈ സർജറി നടത്തണമെന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണെന്നും ഡോക്ടർ ഈ അമ്മയോട് പറയുവാണേ. അത് കേട്ടപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ഇതായി. ആദ്യം കരൾ പകുത്തു നൽകാൻ തയ്യാറുള്ള ഒരു ഡോണറെ കണ്ടുപിടിക്കണമെന്നും അതിന് അവരുടെ ശരീരവും രക്തവും നമ്മുടേതുമായിട്ട് യോജിച്ചതായിരിക്കണം. സർജറി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനുള്ള മെഡിസിൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കാര്യവും പറഞ്ഞു. ഡോണറിനും പേഷ്യൻറ്റിനും ലാബ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പോൾ ജഡ്ജി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ളവരുടെ ആ ഒരു ഇതെല്ലാം ഹാജരാക്കുകയും വേണം. 2 മാസത്തിനുള്ളിൽ സർജറി നടത്തുകയും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് സമയം വളരെ വളരെ കുറവാണെന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ എല്ലാം തലയാട്ടി ഇങ്ങനെ മൂളി. അതിനുശേഷം അവരവിടെ നിന്ന് പോകാനായിട്ട് നോക്കുക. പിന്നെ പ്രായം അതൊരു ഫാക്ടറാണ്, ഡോണറുടെയും നമ്മളുടേതും. അപ്പോൾ സക്സസ് ആയാൽ എത്ര വർഷം ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല എന്ന് ആ ഡോക്ടർ പറയാം. അപ്പോൾ പ്രജുറ്റാമ്മ ഒന്ന് ചിരിച്ചു. വളരെ സൂക്ഷിച്ച് മെഡിസിൻ എല്ലാം വളരെ കൃത്യമായി തന്നെ എടുത്ത് ശരീരത്തിന് നല്ല വിശ്രമമൊക്കെ കൊടുത്ത് അങ്ങനെ 30 ലക്ഷം രൂപയും ശേഷം ട്രീറ്റ്മെൻറ്റിൻ്റെ ചെലവുകളും അല്ലേ. അപ്പോൾ ചാരിറ്റി ചെയ്യുന്ന ഹോസ്പിറ്റലുകളെ സമീപിച്ച 5-10 ലക്ഷം രൂപ ഫേവർ ചെയ്തൊക്കെ തരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഉണ്ടല്ലോ പ്രജിറ്റാമ്മ ഇങ്ങനെ ചിരിച്ചു. അങ്ങനെ ചിരിച്ച് സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കും. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതെല്ലാം ഫാർമസിയിൽ നിന്ന് വാങ്ങണമെന്നും പറഞ്ഞ് അങ്ങനെ പറയാം. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി. പ്രജുറ്റാമ്മ അവിടെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. അതിൻ്റെ നേരെ മുഖം തിരിച്ചില്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ സ്നേഹനികേതനത്തിലേക്ക് ഇവർ വരും ഓട്ടോ വിളിച്ച്. അപ്പോൾ എല്ലാവരും അമ്മയെ കാണാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എല്ലാവരും ഓടി വന്നു അമ്മയെയും അതുപോലെ നമ്മുടെ അലീനയും കൂടെ കണ്ടപ്പോൾ. അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. ഇവരെയൊക്കെ കണ്ടപ്പോൾ അമ്മയുടെ ചങ്ക് പൊട്ടിപ്പോകുന്ന ഒരു വിഷമത്തോടെയാണെങ്കിൽ പോലും അതെല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് അമ്മ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരിക. എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ അമ്മയെ. എന്താ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, എന്താണെന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്തു പറ്റി എല്ലാവർക്കും?
എനിക്ക് എനിക്ക് എന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങളിങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാം. അപ്പോഴും ഭയങ്കര അവശതയാണ് അമ്മയ്ക്ക്. അവശത നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അലീനയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുമില്ല. ഓ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരുന്നില്ല അല്ലേ? ദേ, അലീന മോളോട് ചോദിക്ക, ഇവളോട് പറയും എനിക്കൊരു കുഴപ്പമില്ലെന്നേ. ആശുപത്രിയിൽ കയറിയപ്പം മുതൽ ഇറങ്ങുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവളാ അലീന മോള്. അവൾക്കറിയാമല്ല, അവളോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അലീനയോട് ചോദിക്കുക എല്ലാവരും. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഓട്ടോക്കാരൻ ചേട്ടൻ അവിടെ നിന്ന് പോയി. അയ്യോ ചേട്ടാ പോവല്ലേ, പൈസ വാങ്ങിയില്ല എന്ന് പറയുമ്പം അധികം പിന്നെ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞ് ഓട്ടോ ചേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഓട്ടോ ചേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മമ്മിയെയും കൂട്ടിക്കൊണ്ട് അലീനയൊക്കെ കൂടെ അകത്തേക്ക് കയറി പോവുക. ആ സമയത്ത് എനിക്ക് തനിയെ നടക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നെ ആരും പിടിക്കണ്ടെന്നും പറഞ്ഞിങ്ങനെ പോവാ. ഇന്നലെ വരെ നടന്ന് എനിക്ക് ഇന്ന് നടക്കാൻ വയ്യേ. ആഹാ, അത് കൊള്ളാവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ അകത്തേക്ക് കയറി പോവുക. കരഞ്ഞ് തകർന്ന ആ ആളും അകത്തേക്ക് കയറി പോകുന്നു. എല്ലാവരും കയറി പോയി. അലീന മാത്രം അവിടെ പുറത്ത് ചങ്കു പൊട്ടുന്ന വേദനയോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ പ്രജിറ്റാമ്മ അവിടെ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പേപ്പറുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ അലീനയുടെ അനിയത്തി വന്നു. ഒരു പേപ്പർ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ പരീക്ഷ പേപ്പർ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് അമ്മയ്ക്ക് അന്ന് നടത്തിയ ടെസ്റ്റുകളുടെയൊക്കെ ഒരു ബില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നിന് 6000 രൂപ 1000 രൂപ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഷോ എന്നും പറഞ്ഞ് തലയിൽ കൈ ഇങ്ങനെ വെക്കുവാണേ. അലീനയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീനയെ വിളിക്കാൻ പറഞ്ഞു. അലീന അങ്ങോട്ടേക്ക് വന്നു. കർത്താവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അപ്പോഴത്തേക്ക് അലീന വന്നു. എത്ര രൂപയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളഞ്ഞിരിക്കുന്നതെന്ന് പ്രജിറ്റാമ്മ ചോദിക്കുക. 12,355 രൂപയോ? അപ്പോൾ അസുഖം വന്നാൽ ചികിത്സിക്കണ്ടേ മമ്മി എന്ന് ചോദിച്ചു അന്നേരം അലീന അമ്മയോട്. പക്ഷേ മോളെ, ഇവിടുത്തെ പാവങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസയല്ലേ മോളെ അതൊക്കെ എന്ന് നേരത്തേനും പ്രജിറ്റാമ്മ ചോദിക്കുക ഇവരോടെ. അലീന ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനത്തെ ആ ഒരു കണക്ക് ബുക്ക് എടുത്തു. അതിൽ കണക്കുകളും കാര്യങ്ങളെല്ലാം കാണിച്ചു. ദേ ഇത് കൊണ്ടുപോയി തീർക്കാനും പറഞ്ഞു. ആ സമയത്ത് പിന്നീട് ഇതൊക്കെ നോക്കാം മമ്മി എന്ന് പറഞ്ഞു അലീന പറയുമ്പം ഇതുകൊണ്ട് എൻ്റെ ജീവൻ എന്ത് ഗുണം കിട്ടാനാ കുട്ടിയെന്ന് ചോദിക്കുക അന്നേരം പ്രജിറ്റാമ്മ. കുറേ ടെസ്റ്റുകൾ നടത്തി, സ്കാൻ ചെയ്തു. ഞാൻ അധികം വൈകാതെ ചത്തുപോകുമെന്ന് എന്തായാലും മനസ്സിലായി, അത്രയല്ലേ ഉള്ളൂ എന്നിങ്ങനെ അമ്മ പറയുമ്പോൾ അലീനയ്ക്കും അമ്മയ്ക്കും അനിയത്തിക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവർ ഭയങ്കര കരച്ചിൽ. ആശുപത്രിക്കാർക്ക് എന്തായാലും കുറേ പൈസ കിട്ടി, അത് മാത്രം മിച്ചമെന്ന് പറയുമ്പോഴത്തേക്കും അലീന അവിടെ നിന്ന് വിങ്ങി പൊട്ടിക്കരഞ്ഞ് അങ്ങ് മാറി നിന്ന് കരയുക. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുക കേട്ടോ. ഈ അമ്മയാണ് അവരുടെ ബലം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ജീവിതം അനാഥമായി പോകുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അലീന കരയുന്നത് കണ്ടപ്പോൾ പ്രജിറ്റാമ്മയ്ക്കും സഹിച്ചില്ല. പ്രജിറ്റാമ്മ അന്നേരം എഴുന്നേറ്റ് അലീനയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, നീ എന്തിനെ കരയുന്നതെന്ന് ചോദിക്കാം, നീ ധൈര്യമായിട്ടിരിക്കണം എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുമ്പോൾ കണ്ണുനീരൊക്കെ തുടച്ച് അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് എൻ്റെ മോള് കരയരുതെന്ന് പ്രജിറ്റാമ്മ അലീനയോട് പറയുവാണ്. സോറി എൻ്റെ മോള് ക്ഷമിക്കുക, നിങ്ങളെ വഴക്കൊന്നും പറഞ്ഞതല്ല അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. സോറി മോളെ, മമ്മിയോട് നീ ക്ഷമിക്ക്. ഇവിടെയുള്ള പാവങ്ങൾക്ക് ഒരാഴ്ച കഴിക്കാനുള്ള ചോറ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയത്, അത് ഓർത്തിട്ട് പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ സോറി, അമ്മയോട് ക്ഷമിക്കാൻ പറയുമ്പോൾ മമ്മി ഇതങ്ങനെ നിസ്സാരമായി കാണരുത്, മമ്മിയുടെ രോഗത്തിന് ചികിത്സ ഉണ്ടെന്ന് പറയുമ്പോൾ കരളി മാറ്റി വയ്ക്കണം അല്ലേ, അതല്ലേന്ന് ചോദിച്ചു. എത്ര ലക്ഷം രൂപ വേണം മോളെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ വീട് തോറും കയറി ഇറങ്ങി തെണ്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ ആ പൈസ ഉണ്ടാക്കുമെന്ന് ഇവർ പറയുമ്പം അങ്ങനെയല്ലേ മോളെ ഇവിടുത്തെ ചെലവുകൾ നടന്നു പോകുന്നത്, നാട്ടുകാരുടെ കാരുണ്യം കൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നു എന്ന് ചോദിക്കുമ്പം ചികിത്സിക്കണ്ടേ മമ്മി ഉണ്ടെങ്കിലല്ലേ ഞങ്ങളുള്ളൂ എന്ന് അലീന അന്നേരം ചോദിച്ചു. അപ്പം അത് കേട്ടപ്പോൾ മമ്മിക്ക് സഹിച്ചില്ല. മമ്മിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. മമ്മി എന്നിട്ട് നേരെ ഞാൻ ആലോചിച്ചു മോളെ, ഞാൻ ഒരുപാട് ആലോചിച്ചു, 30 ലക്ഷം രൂപയെങ്കിലും വേണം ഓപ്പറേഷൻ നടത്താനായിട്ട്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിന് ചേരുന്ന കരൾ ഡൊണേറ്റ് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവുകയും വേണമെന്ന് പറയുമ്പോൾ ഞാനുണ്ടല്ലോ, എൻ്റെ മമ്മിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ എന്ന് ചോദിക്കുക അലീന. ഓപ്പറേഷൻ സക്സസ് ആകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല, വിജയിച്ചാലും എത്ര കാലം ആയുസ് നീട്ടിക്കിട്ടുമെന്നൊന്നും തീർച്ചയില്ലെന്നൊക്കെ മമ്മി ഇങ്ങനെ അലീനയോട് പറയുക. വഴികളെല്ലാം അടഞ്ഞ രീതിയിലാണ് മമ്മി സംസാരിക്കുന്നത്. ദേ നമ്മുടെ കയ്യിലാണെങ്കിലോ 10,000 രൂപ പോലും തികച്ചെടുക്കാനും ഇല്ല. എൻ്റെ മക്കൾ അത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് മമ്മി ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് അതുകൊണ്ട് എൻ്റെ കുട്ടികൾ നടക്കാത്ത കാര്യം ആലോചിച്ച് വിഷമിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ 60 വയസ്സ് വരെ ജീവിച്ചു, മതി,
അത്രയൊക്കെ മതി, എന്നായാലും മരിക്കേണ്ടവളല്ലേ മക്കളെ ഞാനെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സങ്കടത്തോടെ അലീനയും അനിയത്തെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക കേട്ടോ മമ്മിയുടെ മുന്നിൽ. എൻ്റെ അസുഖം അത് നിങ്ങൾ മറന്നേക്കാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു, അത്ര തന്നെ, അത്ര അങ്ങ് കരുതിയാൽ മതിയെന്നും പറഞ്ഞു. നമുക്കിനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മമ്മി ഇവരോട് ചോദിക്കും കേട്ടോ. എന്നിട്ട് രണ്ടുപേരെയും വിളിച്ച് അങ്ങനെ കൊണ്ടുവരുത്തി. ആ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ അലീന അവിടുത്തെ കിടക്കുന്ന രോഗികൾക്കൊക്കെ മരുന്ന് കൊടുക്കും, അതുപോലെ കിഴി കെട്ടി കൊടുക്കും ഒക്കെ ചെയ്യുവാണ്. ഇപ്പോൾ അലീനയും മമ്മിയും കൂടി ഇങ്ങനെ എല്ലാവരെയും ശുശ്രൂഷിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് വർക്കിച്ചാന് നെബുലൈസർ വെച്ച് കൊടുക്കണം, ശ്വാസമുട്ടലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് നമ്മുടെ അലീനയുടെ അനിയത്തി കൊച്ച് അവിടുത്തെ ഒരു കുഞ്ഞുണ്ട്, അതിന് ചോറ് കൊടുക്കാനായിട്ട് ചെന്നു. അപ്പോൾ ഈ കൊച്ചാണെങ്കിൽ കഴിക്കുന്നില്ല. കഴിക്കുമോളൂ കഴിക്കുന്നു പറഞ്ഞുകൊണ്ടെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കുക. ചിന്നുമോള് നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല കുട്ടിയാണെന്ന് കുഞ്ഞ്, എന്നാൽ ലേശം ചോറ് കൂടി കഴിക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നോ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു, എൻ്റെ ചിന്നു തോറ്റാ. ആ ഞാൻ തോറ്റുപോയി. ആ ചിന്നുകുട്ടിയോട് തോറ്റുപോയോ? ചിന്നുകുട്ടി ജയിച്ചു. ചിന്നുകുട്ടി ആരാ മോള്? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിന് ചോറ് വാരി കൊടുത്തോണ്ടേ ഇരിക്കാം. ആ സമയത്ത് സ്നേഹനികേതനത്തിൻ്റെ ചൂട്ടിൽ കുറേ പട്ടികൾ വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് കേട്ടോ, നീ പട്ടികളോടൊക്കെ നമ്മുടെ അലീന പറയാം, കടിപിടി കൂടാതെ മര്യാദയ്ക്ക് ഞാൻ തരുന്നത് തിന്നിട്ട് പൊയ്ക്കോണം കേട്ടല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ കുറയ്ക്കുക. അതിനുശേഷം പിന്നെ ഭക്ഷണമൊക്കെ പട്ടിക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഓരോ ഇതുങ്ങൾക്കും ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കും. ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ പാവങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഓരോ പിടി മാറ്റി വെച്ച് കൊണ്ടുവന്ന് തരുന്നതാണെന്ന്, അല്ലാണ്ട് വലിയ കല്യാണ പാർട്ടി നടത്തുന്ന മിച്ചം വന്നൊന്നും അല്ലെന്നൊക്കെ ഈ പട്ടിയോട് അലീന പറയുന്നിട്ട് അതുങ്ങളോട് പറഞ്ഞിട്ട് അലീന അങ്ങ് പോയി. അലീന പറഞ്ഞത് കേട്ട് പട്ടികളും അങ്ങ് പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി. നമ്മുടെ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ മക്കളെടുത്ത് കൊടുക്കുന്നു, കൂടെ ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല എന്ന് ഈ അമ്മ മോളോട് പറയുവാണ്. തിരിച്ചു പോകുമ്പോഴും നമ്മൾ വെറും കൈയോടെയാണ് പോകുന്നതെന്നൊക്കെ ചുറ്റാമ്മ ഇങ്ങനെ പറയുവാണേ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് അലീനയുടെ കാര്യം പറഞ്ഞു. അലീനയ്ക്ക് എപ്പോഴും തുണയായിട്ട് നീ നിൽക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഞാൻ പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റപ്പെട്ടു പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം മോൾക്ക്. ആ സമയത്ത് ടീച്ചറമ്മയും നമ്മുടെ അമ്മയും അല്ലാണ്ടായി. അപ്പോഴാണ് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇവർ രണ്ടുപേരും കരയുന്നത് കാണുന്നതും. പെട്ടെന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ എനിക്ക് അലീന നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അമ്മ പറയാം. അപ്പോൾ അനിയത്തി കൊച്ചിനോട് പോയിക്കോളാനായിട്ടും പറഞ്ഞു. അങ്ങനെ അതിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഓർഫണേജ് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല എന്ന് അമ്മ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും അനിയത്തി കൊച്ച് അവിടെ നിന്നു. അതാണ് മമ്മി അങ്ങനെ പറയുന്നു ചോദിച്ചപ്പോൾ, പറയുന്നത് ഗൗരവത്തിലെടുക്കണമെന്ന് അമ്മ അലീനയോട് പറയുന്നു. അങ്ങനെ അവിടെ താമസിക്കുന്ന അന്തേവാസികളെ മാറ്റാനായിട്ട് സ്നേഹനികേതനത്തിൽ ഇപ്പോൾ 36 അനാഥരുണ്ടെന്നും ഞാനും നിങ്ങളും എല്ലാവരും അതിൽ ഉൾപ്പെടുമെന്നും ഇതിൽ 35 പേരെയും ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ള കാര്യവും അമ്മ പറയുന്നത് കേട്ട് ഈ മക്കൾ രണ്ടുപേരും ഞെട്ടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.